ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കുഞ്ഞിന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നവരാണ് കേരളത്തിലെ CPM എന്നും പിണറായി വിജയന്റെ സർക്കാർ എന്നും കേരളത്തിന് ബോധ്യമുണ്ട്. ഒരുപക്ഷെ ഇതൊരു PR എക്സൈസിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പലരും, പ്രത്യേകിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട പല വികസന കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, വിഴിഞ്ഞം പദ്ധതിയിൽ എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ റോള്? ഒരു ചർച്ചയിൽ പോലും അങ്ങേക്ക് പോലും അത് കോട്ടിയപ്പെടുകയാണ്. അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കുഞ്ഞിന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നവരാണ് കേരളത്തിലെ CPM എന്നും പിണറായി വിജയന്റെ സർക്കാർ എന്നും കേരളത്തിന് ബോധ്യമുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പലരും വൃഥാവിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വിഴിഞ്ഞം ആരുടെ പദ്ധതിയാണ്? അത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ്. കാരണം നിങ്ങൾ നോക്കൂ, വിസിബിളായി കേരളത്തിന്റെ വികസനത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വേഗക്കുതിപ്പ് നൽകിയിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു ഉമ്മൻചാണ്ടി. അത് വിഴിഞ്ഞം പദ്ധതി ആകട്ടെ, കൊച്ചിൻ മെട്രോ ആവട്ടെ, സ്മാർട്ട് സിറ്റി ആവട്ടെ, കണ്ണൂർ എയർപോർട്ട് ആകട്ടെ, നോക്ക് നിങ്ങൾ, കേരളത്തിൽ സമഗ്രമായ വൻകിട വികസന പദ്ധതികൾ ഒരു ഭാഗത്ത്. അതേസമയം ആശാകിരണം പോലെ ഈ കേരളത്തിലെ കരുതലായി കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ക്ഷേമ പദ്ധതികൾ, അങ്ങനെ എത്രയേറെ പദ്ധതികളായിരുന്നു 5 വർഷക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടം ഈ നാട്ടിൽ നടപ്പിലാക്കിയത്. എന്നാൽ നോക്കൂ നിങ്ങൾ, 2016-ന്റെയും 2026-ന്റെയും ഇടയിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 3 മടങ്ങ് വർദ്ധിക്കുമ്പോൾ അതിന്റെ വികസനം എവിടെ എത്തി എന്നുള്ളതാണ് ചോദ്യം.